നമസ്കാരം. ഇവിടെ കയറിപ്പോകരുതെന്ന് SFI എവിടെയൊക്കെ ബാനർ വയ്ക്കുന്നുണ്ടോ അവിടെയെല്ലാം ചെന്ന് കയറി കൊടുക്കുകയാണ് ഗവർണർ മലപ്പുറം പൊന്നാനിയിലെത്തിയപ്പോൾ കുട്ടി സഖാക്കൾ കുറെ ബാനറുമായി ഇറങ്ങിയിരുന്നു. പൊന്നാനി എരമംഗലത്താണ് SFI ബാനർ സ്ഥാപിച്ചത്. മിസ്റ്റർ ചാൻസലർ, യു ആർ നോട്ട് വെൽക്കംഡ് ഹിയർ എന്ന് എഴുതിയ ബാനറാണ് സ്ഥാപിച്ചത്. ഗവർണർക്ക് നേരെ മലപ്പുറം എരമംഗലത്ത് SFI കരിങ്കൊടിയും വീശി. എരമംഗലത്ത് മുൻ കോൺഗ്രസ് നേതാവ് PT മോഹനകൃഷ്ണൻ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനത്തിന് എത്തുന്നതിനിടെയാണ് SFI പ്രവർത്തകർ എരമംഗലം ജംഗ്ഷനിൽ കരിങ്കൊടി വീശിയത്. തുടർന്ന് പോലീസ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തു. SFI പൊന്നാനി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു കരിങ്കൊടി പ്രതിഷേധം. കരിങ്കൊടി വീശുമെന്ന സൂചനയുണ്ടായിരുന്നുവെങ്കിലും ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ഏറെ ദൂരെ വെച്ചായിരിക്കും പ്രതിഷേധം എന്നായിരുന്നു പോലീസിന് ലഭിച്ച വിവരം. എന്നാൽ അനുസ്മരണ സമ്മേളനം നടക്കുന്ന വേദിക്ക് അകലെയല്ലാതെയാണ് പ്രതിഷേധം നടന്നത്. ചൊവ്വാഴ്ച രാത്രി എരമംഗലത്ത് SFI ഗവർണർക്കെതിരെ ബാനറുകളും ഉയർത്തിയിരുന്നു. കോൺഗ്രസ് നേതാവ് PT അജയ് മോഹന്റെ പിതാവ് കൂടിയാണ് മുൻ MLA ആയിരുന്ന PT മോഹനകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ അനുസ്മരണ പരിപാടിക്ക് ഗവർണറെ ക്ഷണിച്ചതിനെതിരെ ജില്ലയിലെ കോൺഗ്രസിലും ഭിന്നതയുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ടുപഠിക്കേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കണ്ടില്ലേ, കരിങ്കൊടി കാണിക്കുമ്പോൾ കാറിലിരുന്ന് അവരെ നോക്കി ടാറ്റ കാണിക്കുകയാണ്. മുഖ്യനെങ്ങാനും ആയിരുന്നെങ്കിൽ എന്തായേനെ സ്ഥിതി? അപ്പോ തന്നെ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്താൻ അവിടെ DYFI പ്രവർത്തകർ ചാടി ഇറങ്ങിയേനെ. കരിങ്കൊടി കാണിച്ചവരെ പരലോകത്തെത്തിക്കുന്ന ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുകയും ചെയ്യും. എന്നിട്ട് ഒടുവിൽ കരിങ്കൊടി കാണിച്ചവരെ വധശ്രമ കേസിൽ കുടുക്കുകയും ചെയ്യും. എന്നിട്ട് മുഖ്യമന്ത്രി കണ്ണും പൂട്ടി നുണയും പറയും, ഞാൻ ഒന്നും കണ്ടിട്ടേയില്ല, എന്റെ കുട്ടികൾ നല്ല പിള്ളകളാണെന്ന്. എന്തായാലും ഗവർണറുടെ ടാറ്റ കിട്ടിയതോടെ DYFI പിള്ളേർ വരെ നാണം കെട്ട അവസ്ഥയാണ്. പിണറായിയെ പിള്ളേർ പ്രാഗി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിപ്പോൾ ഗവർണറും കേരള പര്യടനം തുടങ്ങിയിരിക്കുകയാണ്. കോഴിക്കോടാണ് തുടങ്ങി വെച്ചത്, പിന്നെ ഇടുക്കിയിലും ഇപ്പോൾ പൊന്നാനിയിലും. ഇനി എവിടെയൊക്കെയാണ് എന്നാണ് CPM നോക്കിയിരിക്കുന്നത്. എവിടേക്കായാലും അവിടെയും ഉയരും നോട്ട് വെൽക്കം ബാനർ. പക്ഷേ ഗവർണർ ചെന്ന് കയറുകയും ചെയ്യും. ഗവർണറെ കൊണ്ട് പുലിവാല് പിടിച്ചിരിക്കുകയാണ് CPM. കുട്ടി സഖാക്കളുടെ പ്രതിഷേധം ഗവർണർ തന്നെ പൊളിച്ചു കൊടുക്കുകയാണ്. ആകെ നാണക്കേടാണ് ഇപ്പോൾ CPM-ന്. ഗവർണർ അദ്ദേഹത്തിന്റെ ജോലിയെല്ലാം മാറ്റിവെച്ച CPM-നെ ചൊടിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് എന്ന് തന്നെ വേണം പറയാൻ. ഗവർണർ രാഷ്ട്രീയം കളിക്കുന്നത് ശരിയല്ല. ഗവർണർ പോകുന്നിടത്തെല്ലാം വലിയ പ്രതിഷേധമാണ് SFI-യും CPM-ഉം അഴിച്ചുവിടുന്നത്. പക്ഷേ പോലീസ് കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ്. നവകേരള ബസിന് ഷൂ എറിഞ്ഞ യൂത്ത് കോൺഗ്രസ്സുകാർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത പോലീസാണ് ഗവർണർക്കെതിരെ നടക്കുന്ന പ്രതിഷേധത്തിൽ മൗനം പാലിക്കുന്നത്. മുഖ്യമന്ത്രിക്കും ഗവർണർക്കും Z+ കാറ്റഗറി സുരക്ഷയാണ് രക്ഷ. ഗവർണറെ തെരുവിൽ ആക്രമിക്കാൻ ഇട്ടുകൊടുക്കുകയാണ് പിണറായി പോലീസ്. കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ വലിയ പ്രതിഷേധമാണ് ഗവർണർക്ക് നേരെ നടന്നത്. യാത്രയിൽ വിവിധ സ്ഥലങ്ങളിലാണ് SFI ഗവർണറെ കരിങ്കൊടി കാണിച്ചത്. SFI-കാരുടെ കരിങ്കൊടി പ്രതിഷേധം തടയാൻ പോലീസ് ശ്രമിച്ചതുമില്ല. പ്രതിഷേധിക്കാൻ എത്തിയവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതുമില്ല. പ്രതിഷേധക്കാർക്ക് പ്രസംഗത്തിനിടെ മറുപടി നൽകുകയും ചെയ്തു ഗവർണർ. ഇതിലും വലിയ ഭീഷണികൾ താൻ കണ്ടിട്ടുണ്ട്. ജീവിതകാലത്ത് 5 തവണ തനിക്ക് നേരെ വധശ്രമം നടന്നിട്ടുണ്ടെന്നും 35-ാമത്തെ വയസ്സിൽ ഭയപ്പെടാത്ത ആളാണ് താനെന്നും ഗവർണർ പറഞ്ഞു. മാത്രമല്ല, ഇടുക്കിയിൽ ഹർത്താൽ നടന്നതിന്റെ കാരണം തനിക്കറിയില്ലെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. ഇടുക്കിയിലെ പ്രതിഷേധം ഗവർണർ ചോദിച്ചു വാങ്ങിയതെന്നാണ് LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞത്. സംഘർഷ സാഹചര്യം സൃഷ്ടിക്കുകയാണ് ഗവർണറുടെ ലക്ഷ്യമെന്നാണ് EP പറഞ്ഞത്. നന്ദി.